ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഇന്ന് രാത്രി ഇറാനെ തീർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപിന്റെ ഈ ഭീഷണി. ലോകത്തിന്റെ ദീർഘവും സങ്കീർണവുമായിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണിത്. വിപ്ലവകരമായിട്ടുള്ള അതിശയം നടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. മനു ഭരത് കൂടുതൽ വിവരങ്ങൾ നൽകും. മനു, ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇങ്ങനെ അതിസങ്കീർണമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ട്രൂത്ത് സോഷ്യലിലെ ഈ കുറിപ്പ് അതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം? എൽദോ, ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. ട്രംപ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കൊടുത്തിരിക്കുന്ന സമയം അവസാനിക്കുന്നു. അത് ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 അവസാനിക്കും. അതായത് അമേരിക്കയിലെ 8 മണി ഈസ്റ്റേൺ ടൈം 8 മണിയാണ് അവിടെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സമയം രാവിലെ 5:30 സമയം അവസാനിക്കും. ഈ സമയത്തിനകം ആവശ്യമായ ഈ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ, അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ആഘാതമുണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതാ കൂടുതൽ ഒരു തീക്ഷ്ണമായ ഒരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇന്ന് രാത്രിയോടുകൂടി, അതായത് അവിടുത്തെ പ്രാദേശിക സമയത്ത് രാത്രിയോടുകൂടി ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കും, തീർത്തുകളയും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത്. സ്വാഭാവികമായും അവരുടെ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ആണവ സൗകര്യങ്ങളിലേക്കോ ഒക്കെ ആക്രമണം ഉണ്ടായേക്കാം എന്ന വലിയ ഭീഷണി ഒരു വശത്ത് നിലനിൽക്കുകയാണ്. ട്രംപ് ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തിലാണ് അമേരിക്ക കോപ്പ് കൂട്ടുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. പക്ഷേ ഏതായാലും ഇറാൻ ഇത് അർഹിക്കുന്ന ഒരു അവജ്ഞയോടുകൂടി പുച്ഛിച്ച് തള്ളുന്നു എന്ന തരത്തിലാണ് അവർ പരിഹസിക്കുന്നത്. നേരത്തെ ഇതിന് സമയം കുറച്ച് മാറ്റാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള പരിഹാസമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ഏതായാലും JD വാൻസ് പറയുന്നു ഇനിയും സമയമുണ്ട്, അനുരഞ്ജനത്തിന് ഇനിയും സമയമുണ്ട്, അതിനിടയിൽ കുറേയൊക്കെ ചർച്ചകൾ നടക്കും എന്ന് JD വാൻസ് ഒരു ആശ്വാസവാക്ക് പറയുകയും ചെയ്യുന്നു. പക്ഷേ ലോകം ഒരു ആശങ്കയുടെ മുൾമുനയിലാണ്. ട്രംപ് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നറിയാൻ എല്ലാവരും ഗൗരവത്തോടെ ഈ വിഷയം ഉറ്റുനോക്കുന്നു. ട്രംപിൻ്റെ ഈ വാക്കുകൾ ഇന്ന് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലാണ് വന്നത്. അതിനെ തുടർന്ന് വിപണിയിൽ അതിൻ്റെ ചില പ്രതികരണങ്ങൾ കണ്ടു. ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഉയരുന്നു എന്നാണ് വിവരം. $115.2 ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നു. അതുപോലെ ബ്രെന്റ് ഓയിലിൻ്റെ വില സമാനമായി $110.3 ഉയരുകയാണ്. അങ്ങനെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നു. അതേസമയം അമേരിക്കൻ ഓഹരി വിപണിയിൽ നേരിയ ഇടിവ് പ്രകടമായി തുടങ്ങിയെന്ന് വ്യക്തമാകുന്നു. ഒരു 0.6% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. സമാനമായി മറ്റു പല യൂറോപ്യൻ മാർക്കറ്റുകളിലുമൊക്കെ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ വിപണി ബാധിക്കപ്പെടുന്നു, എണ്ണ വ്യാപാരം ബാധിക്കപ്പെടുന്നു. ഇനി ട്രംപ് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നറിയാൻ ലോകം വളരെ ജിജ്ഞാസയോടുകൂടി കാത്തു നിൽക്കുന്നു. അതിനിടയിലാണ് ഈ US അമേരിക്കൻ ആക്രമണത്തിൽ പരിക്കേറ്റ ഇറാൻ്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അബോധാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഖൗമിലെ ഒരു കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിലാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുജ്തബ ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ടെഹ്റാനിൽ നിന്ന് നമുക്കറിയാം ഒരു 140 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഖൗം നഗരം. അപ്പോൾ അവിടെ ഗുരുതരാവസ്ഥയിലുള്ള മുജ്തബ ഖമേനി ഇനി എന്താണ് തീരുമാനമെടുക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഒരു വശത്ത് നിൽക്കുന്നു. ട്രംപ് അതേസമയം ഇവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരുന്നു. ഇപ്പോൾ അത്ര തീവ്രമല്ലാത്ത മനസ്സുകൾക്ക് ഇനി ഈ ഇറാൻ്റെ ഭരണം ഏറ്റെടുക്കാനുള്ള സാഹചര്യം അവിടെ വന്നു കഴിഞ്ഞു, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകം. ആ യുദ്ധം എത്ര രൂക്ഷമാകും എന്ന ആശങ്കയിലാണ് ലോകം. എന്നാണെങ്കിലും ആ യുദ്ധം ഏത് സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മനു ഭരത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇന്ത്യൻ നാഷണൽ ഡെസ്കിൽ നിന്ന്.